Dear students, welcome to my class. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള നിങ്ങളുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ട്രേഡ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ തുടങ്ങുന്നത് സോഷ്യൽ ഡിഫറൻസിയേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്ന സോഷ്യൽ ഡിഫറൻസിയേഷനാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഹാരപ്പൻ സമൂഹത്തിന് പൊതുവെ ഒരു മാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു നേച്ചർ എന്നുള്ള രീതിയിലാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വ്യൂയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെ മദർ ഗോഡസിന് വലിയ തരത്തിലൊരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത്തരത്തിൽ നമ്മൾ മദർ ഗോഡസിനെ വലിയ രീതിയിൽ അവിടെ വർഷിപ്പ് ചെയ്തു എന്നുള്ളതിന് വലിയൊരു തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒട്ടനവധി ഫീമെയിൽ ഫിഗറിൻസ്, ടെറാക്കോട്ട ഫിഗറിൻസ് പഞ്ചാബിൽ നിന്നും സിന്ധ് റീജിയനിൽ നിന്നും ഒക്കെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താരതമ്യേന മെയിൽ ഫിഗറിൻസിനേക്കാളും ഫീമെയിൽ ഫിഗറിൻസ് ലഭിച്ചതുകൊണ്ട് ഒരു പക്ഷേ മദർ ഗോഡസിൻ്റെ വർഷിപ്പ് അവിടെ ഉണ്ടാകാം എന്നുള്ള തരത്തിലുള്ള ഒപ്പീനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ പൊതുവേ ഒരു മാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഹാരപ്പൻ സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, ആ വ്യൂയുടെ ബേസ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് ബേസ്ഡ് ഓൺ ദി പോപ്പുലാരിറ്റി ഓഫ് ദി മദർ ഗോഡസ് ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി ഫൈൻഡിങ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ടെറാക്കോട്ട ഫീമെയിൽ ഫിഗറിൻസ് ഇൻ പഞ്ചാബ് ആൻഡ് സിന്ധ് റീജിയൻ. ഓക്കെ, സോ ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്ക്രിപ്റ്റ് ഇതുവരെ നമ്മൾ വായിച്ചിട്ടില്ല അല്ലെങ്കിൽ ഡിസൈഫർ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഡിസൈഫർ ചെയ്യാതെ എന്താണ് അതിൽ എഴുതിയെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ്, ലിമിറ്റഡ് ആർക്കിയോളജിക്കൽ സോഴ്സിൽ നിന്ന് മാത്രമാണ് നമ്മൾക്ക് ഹാരപ്പൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹാരപ്പൻ സൊസൈറ്റി പ്രധാനമായിട്ടും ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രൊഫഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ പ്രീസ്റ്റ് ഉണ്ട്, വാരിയേഴ്സ്, പെസൻസ്, ട്രേഡേഴ്സ്, ആർട്ടിസാൻസ്, അതിൽ തന്നെ ആർട്ടിസാൻസിൽ തന്നെ വീവേഴ്സ്, ഗോൾഡ് സ്മിത്ത്, പോട്ടേഴ്സ്, മാസോൺസ്, അങ്ങനെ ഒരുപാട് വിഭാഗം തന്നെ ആ ഗ്രൂപ്പിലുണ്ട്. അങ്ങനെയുള്ളൊരു സൊസൈറ്റി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചറൽ റിമെയിൻസ് ഹാരപ്പയിൽ നിന്നാണെങ്കിലും ലോത്തിൽ ആണെങ്കിലും അവിടെ നിന്ന് ലഭിച്ച ഈ മെറ്റീരിയൽസിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ, അത്തരം കാര്യങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിൽഡിങ്സിൻ്റെ ഒക്കെ ആണെങ്കിലും അതിൻ്റെ മെറ്റീരിയൽ അവശിഷ്ടങ്ങളാണെങ്കിലും അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ ഡിഫറെൻറ്റ് ക്ലാസ്സിലുള്ള ആളുകളുടെ ഒരു റെസിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെളിവായിട്ട് മെറ്റീരിയൽ റിമെയിൻസിൻ്റെ സ്ട്രക്ചറൽ റിമെയിൻസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിറ്റാഡലും ലോവർ ടൗണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗർ ഹൗസും സ്മോളർ ഹൗസും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഡിഫറെൻറ്റ് ക്ലാസ്സുകളിൽ താമസിച്ച ആളുകളെ കുറിച്ചും ഒരു ഇൻഫർമേഷൻസ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ദ പ്രസൻസ് ഓഫ് എ ക്ലാസ് ഓഫ് വർക്ക്മാൻ ഇസ് പ്രൂവ്ഡ് ബൈ വർക്ക്മാൻ ക്വാർട്ടേഴ്സ് നിയർ ദി ഗ്രാനറി അറ്റ് ഹാരപ്പ. അപ്പോൾ ഹാരപ്പയുടെ ധാന്യപ്പുരയുടെ അടുത്തുള്ള വർക്ക്മാൻ ക്വാർട്ടേഴ്സ് അത് എന്തിനാണ് തെളിവ് നൽകുന്നത് വെച്ചാൽ അവിടെ വർക്ക്മാൻ എന്നുള്ളൊരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവരുടെ താമസം, അവരുടെ റെസിഡൻസ്. അത് ഗ്രാനറിയുടെ ഹാരപ്പയിലുള്ള ധാന്യപ്പുരയുടെ അടുത്ത് നിന്ന് കണ്ടെത്തിയ വർക്ക്മാൻ ക്വാർട്ടേഴ്സ് പ്രൂവൺ ചെയ്യുന്നത് അതായിരുന്നു. അതോടൊപ്പം തന്നെ വർക്ക്ഷോപ്പ്, അതോടൊപ്പം തന്നെ ഹൗസസ്, അത് പ്രധാനമായിട്ടും കോപ്പർ സ്മിത്തിൻ്റെയും ബീഡ് മേക്കേഴ്സിൻ്റെയും ഒക്കെ അത്തരത്തിൽ ലോത്തിൽ നിന്നും ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആളുകൾ വലിയ ബിഗർ ഹൗസിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു, വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പാവപ്പെട്ട ആളുകൾക്കാണെങ്കിൽ വളരെ സിംഗിൾ റൂമോട് കൂടി അത്തരത്തിലുള്ള ഒരു സെക്ഷൻ. അപ്പോൾ സമൂഹത്തിൽ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് തന്നെ അത്തരത്തിലുള്ള റെസിഡൻസുകളിലൂടെ നമ്മൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ബിഗർ ഹൗസിൽ എല്ലാവരും താമസിക്കുന്നില്ലല്ലോ. ഒരു സിംഗിൾ റൂമുള്ള വീടുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപുള്ള ക്ലാസ്സുകളിൽ പുവർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ആയിരുന്നു താമസിച്ചതെന്ന്. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസിയേഷൻ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത്തരത്തിൽ റെസിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് അവരുടെ ഡ്രസ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവേ ഉള്ളൂ. ആ അറിവ് ലഭിച്ചത് പ്രധാനമായിട്ടും ടെറാക്കോട്ട ഫിഗറിൻസിൽ നിന്നും സ്റ്റോൺ സ്കൾപ്ചേഴ്സിൽ നിന്നും ഒക്കെ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ടെറാക്കോട്ട നിർമ്മിച്ച ഫിഗറിൻസിൽ നിന്നും സ്റ്റോൺ സ്കൾപ്ചേഴ്സിൽ നിന്നാണ് അവരുടെ ഡ്രസ് സ്റ്റൈലിനെ പറ്റിയൊക്കെ നമ്മൾക്ക് ഒരു ഇൻഫർമേഷൻസ് ലഭിച്ചത്. അതൊന്നും വലിയൊരു ഇൻഫർമേഷൻസ് അല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് മാത്രമേ നമ്മൾക്കുള്ളൂ. അതോടൊപ്പം തന്നെ അവിടുത്തെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വേറെ ഏതൊരു ഡ്രസ്സ് അവർ റാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ലോവർ ഹാഫ് ഓഫ് ദി ബോഡി ആൻഡ് വിത്ത് വൺ ആൻഡ്
worn over the left shoulder and under the right arm. Okay, so അപ്പോൾ ഒരു പുരുഷൻ്റെ ഒരു ഡ്രസ്സിങ്ങിനെ പറ്റിയൊക്കെ ആ ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോവർ പോർഷൻ, അവരുടെ അപ്പർ ബോഡി എങ്ങനെയാണ് അവർ വസ്ത്രം ഏത് രീതിയിലാണ് ധരിച്ചതെന്നുള്ളത് പറഞ്ഞു. ഇനി അവരുടെ ലോവർ ബോഡി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അത് ഒരു സ്കേർട്ട് ടൈപ്പിലുള്ള ഒരു ഡ്രസ്സ് വെച്ചിട്ടാണ് അവരുടെ ലോവർ ബോഡി അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൽ തന്നെ വൂളൻ ക്ലോത്ത്സും പരുത്തി കോട്ടൺ ക്ലോത്ത്സും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മോഹൻജദാരോയിൽ നിന്നും ഒരു പരുത്തി വൂവൻ ക്ലോത്തിൻ്റെ ഒരു പീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് പിന്നെ സ്പിൻലെസ്സും നീഡിൽസ് ഇതൊക്കെ പലയിടങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. മെനി സൈറ്റുകളിൽ നിന്ന്, ഹരപ്പയുടെ വിവിധ സൈറ്റുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സ്പിന്നിങ്ങും വീവിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹാരപ്പൻ ജനത അവരെ തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ സ്വയം അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഹെയർ ആണെങ്കിലും ഹെയർ ഡ്രസ്സിങ് ആണെങ്കിലും ബൈ ബോത്ത് മെൻ ആൻഡ് വിമൻ. അതോടൊപ്പം തന്നെ അതൊക്കെ വിവിധ സൈറ്റുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്ന ഫിഗറൻസിൽ നിന്നും അതൊക്കെ നമുക്ക് വളരെ വിസിബിൾ ആയിരുന്നു. അവർ അതിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ പുരുഷന്മാർ അവരുടെ മുടി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർ ഓർണമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നെക്ലേസ്, ആംലെറ്റ്സ്, ഇയറിങ്സ്, ബീഡ്സ്, ബാംഗിൾസ്, അങ്ങനെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഒക്കെ രണ്ട് വിഭാഗം, അതായത് സ്ത്രീയും പുരുഷന്മാരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിച്ച് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവരുപയോഗിച്ച ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗോൾഡ്, സിൽവർ, സെമി പ്രഷ്യസ് സ്റ്റോൺസ് അതൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പാവപ്പെട്ട ആളുകൾ പ്രധാനമായിട്ടും ഉപയോഗിച്ച ആഭരണങ്ങൾ എന്ന് പറയുന്നത് ടെറാക്കോട്ട ഉപയോഗിച്ചിട്ടുള്ള ആ ടെറാക്കോട്ട മെറ്റീരിയലിൽ നിർമ്മിച്ചിട്ടുള്ള ആഭരണങ്ങളായിരുന്നു പ്രധാനമായിട്ടും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു സോഷ്യൽ ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വളരെ കൃത്യമായിട്ടൊരു സോഷ്യൽ ഡിഫറൻസിയേഷൻ, ഒരു തരംതിരിവ്, ഒരു വിഭാഗീകരിക്കപ്പെട്ടുക, അല്ലെങ്കിൽ റിച്ച് എന്നും പൂർ എന്നും, അല്ലെങ്കിൽ സൊസൈറ്റി വിവിധ രീതിയിൽ ഡിഫറൻസ് വ്യത്യാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി, അല്ലെങ്കിൽ ഒരു എല്ലാവരും ഈക്വൽ ആണ് എന്നൊരു സമൂഹമല്ലായിരുന്നു എന്നുള്ളത് കൂടെ ഇത് പഠിച്ചതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് സോഷ്യൽ ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഹാരപ്പൻ പീപ്പിൾ. ഓക്കെ, ഹാരപ്പൻ ജനതയുടെ മതവിശ്വാസവും അതിൻ്റെ ആചാരങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹാരപ്പൻസിൻ്റെ റിലീജിയനെ പറ്റി നമ്മൾക്ക് അറിവ് ലഭിക്കുന്നത് പ്രധാനമായിട്ടും ഹാരപ്പൻ സീലുകളിൽ നിന്നും ടെറാക്കോട്ട ഫിഗറൻസിൽ നിന്നുമാണ് നമ്മൾക്ക് അത്തരത്തിൽ അവരുടെ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ലഭിക്കുന്നത്. അപ്പോൾ അവർ പ്രധാനമായിട്ടും അവരുടെ റിലീജിയൻ എന്ന് പറയുന്നത് നോർമലി ആനിമിസം, അതായത് ഈ സ്റ്റോണുകളെ ആരാധിക്കുക, അതോടൊപ്പം തന്നെ ഈ മരങ്ങളെ ആരാധിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെയൊരു റിലീജിയനായിരുന്നു അവരുടേതായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ടെറാക്കോട്ട ഫിഗറൻസ് പല ഹാരപ്പൻ സൈറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പലതും അതൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു മദർ ഗോഡസ് ആരാധന ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു പെർസെപ്ഷനിലോട്ട് അല്ലെങ്കിൽ ഐഡിയയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും അവരുടെ ഒരു ഫീമെയിൽ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫീമെയിൽ ഫിഗറൻസ് ഒക്കെ പലതരത്തിലുള്ള ക്ലോത്തുകളും നെക്ലേസും ഒക്കെ അണിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഫീമെയിൽ ഫിഗറൻസ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഒരു ഫാൻ ഷേപ്ഡ് ഹെഡ് ഡ്രസ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ചില കേസിൽ in some cases the female is shown with an infant while there is one that shows a plant growing out of the uterus of എ വിമൻ. ഓക്കെ, ചില കേസുകളിലൊക്കെ ഒരു ഫീമെയിലിൻ്റെ, അതായത് ഇൻഫാൻ്റ് ആയിട്ടുള്ള ഫീമെയിലിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ചിലതിലൊക്കെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഒരു പ്ലാന്റ് വരുന്ന ഒരു ചെടി മുളച്ചു പോകുന്ന തരത്തിലുള്ള ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ കൃത്യമായിട്ട് അതെല്ലാം എന്തിനെയായിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സിംബലൈസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോഡസ് ഓഫ് എർത്ത് എന്നുള്ള, ഭൂമിയുടെ ഒരു ദൈവം അല്ലെങ്കിൽ ആ ഒരു ദേവി എന്നുള്ള രീതിയിൽ സ്ത്രീയെ മാറ്റുന്ന ആ ഒരു ഗോഡസ് ഓഫ് എർത്ത് എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഫിഗറൻസിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. സോ ചില മെനി സ്കോളേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ ലിംഗ അല്ലെങ്കിൽ ഫല്ലൂസ് അല്ലെങ്കിൽ യോനി, ഫീമെയിൽ സെക്സ് ഓർഗൻ അവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില ചരിത്രകാരന്മാർക്ക് അതിനെപ്പറ്റി സംശയമുണ്ട്. എന്നിരുന്നാൽ പോലും അവർ വേർഷിപ്പ് ചെയ്തതിനെ പറ്റി ചരിത്രകാരന്മാർ ലിംഗ വേർഷിപ്പും അതോടൊപ്പം തന്നെ യോനി വേർഷിപ്പും ഉണ്ടായിരുന്നു എന്നതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാരപ്പൻസ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സീലിൽ നിന്നും ഒരു മെയിൽ ഡൈറ്റിയുടെ ഒരു പശുപതിയുടെ ഒരു ഒരു സീല് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു യോഗിക് പോസ്റ്ററിൽ നിൽക്കുന്ന ആനിമൽസായിട്ട് സറൗണ്ട് ചെയ്യപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവരുടെ മെയിൽ ഡൈറ്റി എന്നുള്ള രീതിയിൽ പറയുന്നു. അതിനെ സ്കോളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പശുപതി, ലോർഡ് ഓഫ് ബീസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു പ്രോട്ടോ ശിവ എന്നുള്ള രീതിയിൽ ആളുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഈ രീതിയിൽ ഇവരുടെ ഒരു മതവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ഒരു പ്രോപ്പർ ഒരു മതം എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും അവിടെ ആനിമൽ വേർഷിപ്പും ട്രീയെ വേർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫീമെയിൽ ആയിട്ട് മദർ ഗോഡസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രീതിയായിരുന്നു അവിടുത്തെ ഒരു റിലീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രീ വേർഷിപ്പൊക്കെ വളരെ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഫയർ വേർഷിപ്പിനെ കുറിച്ച് ഉള്ള തെളിവുകൾ ചില സൈറ്റുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും രാജസ്ഥാനിലെ കാളിബംഗിൽ നിന്നും ഗുജറാത്തിലെ ലോഥലിൽ നിന്നും. ഞാൻ പറഞ്ഞത് ലോഥലിൽ നിന്നും, ഗുജറാത്തിലാണ് ലോഥൽ, രാജസ്ഥാനിലാണ് കാളിബംഗൻ. ഈ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ഫയർ വേർഷിപ്പിനെ കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ കാളിബംഗലിലാണെങ്കിൽ ഒരു ബ്രിക്ക് പ്ലാറ്റ്ഫോംസിൽ പിറ്റ്സ് വെച്ചിട്ടുണ്ട്. അതിൽ കണ്ടെയ്ൻ ചെയ്തത് ആനിമൽ ബോൺസ് ഒക്കെ അവിടെ നിന്ന്, ആഷസും ആനിമൽ ബോൺസ് ഒക്കെ അവിടെ നിന്ന് ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ദീസ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ മെനി സ്കോളേഴ്സ് എസ് ഫയർ അൾത്താർസ്. ഫയർ അൾത്താർ എന്നുള്ള പേരിൽ സ്കോളേഴ്സ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹരപ്പൻസ് വിവിധ ഏരിയാസിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ചില ഹരപ്പയിലും മോഹൻജദാരയിലും അത്തരത്തിൽ ലോഥലിലും കാളിബംഗലിലും ഉള്ള പോലെ ഒരു ഫയർ അൾത്താർസ് ഇല്ല. അപ്പം മനസ്സിലാക്കേണ്ടത് അവരുടെ മതവിശ്വാസങ്ങളും ഓരോ റീജിയൻ അനുസരിച്ചും വ്യത്യാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓരോ റീജിയനിലും ഉള്ള സെയിം ആയിട്ടുള്ള ഒരു യൂണിഫോമിറ്റി റിലീജിയനിൽ നമ്മൾക്ക് എല്ലായിടത്തും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബറിയൽ പ്രാക്ടീസസും അതോടൊപ്പം തന്നെ റിച്വൽസും അതുമായി ബന്ധപ്പെട്ടുള്ള റിച്വൽസും ഈ ഹരപ്പൻ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ അവരുടെ റിലീജിയൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിരുന്നു ബറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഹരപ്പൻ സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിപ്പം ഈജിപ്തിലെ പിരമിഡ് അല്ലെങ്കിൽ റോയൽ സെമിട്രി, മെസപ്പൊട്ടോമിയയിലാണെങ്കിൽ ഉരുളിലൊക്കെ ഉള്ള റോയൽ സെമിട്രി, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു കാര്യം നമ്മൾക്ക് ഹരപ്പയിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഈ ഡെഡ് ബോഡീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവിടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഹെഡ് ടുവേർഡ്സ് നോർത്ത് ആൻഡ് ദ ഫീറ്റ് ടുവേർഡ്സ് സൗത്ത് എന്നുള്ള രീതിയിലായിരുന്നു അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെഡ് അവിടെ വേരിയസ് നമ്പർ ഓഫ് എർത്തൻ പോട്ട്സിലായിരുന്നു അത് ബറി ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ചില ഇടങ്ങളിലൊക്കെ അവരുടെ ശവക്കല്ലറകളിൽ ഒരുപാട് സാധനങ്ങളും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബാംഗിൾസ്, ബീഡ്സ്, കോപ്പർ മിറേഴ്സ്, അങ്ങനെ പല സാധനങ്ങളും കൂടെ ശവക്കല്ലറയിൽ വെച്ചുകൊണ്ടുള്ള ബറിയൽസ് നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാരപ്പൻസ് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കൂടെ അതിൽ വെക്കുന്നത്. റൈറ്റ്, ഓക്കെ. സോ ലോഥലിൽ ഒരു ഡബിൾ ബറിയൽസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡീസ് അവർ ഒരുമിച്ച് ബറി ചെയ്തിട്ടുള്ള പുരുഷൻ്റെയും സ്ത്രീയുടെയും ശവം ഒരുമിച്ച് അടക്കിയിട്ടുണ്ടായിരുന്നതും കൂടെ ലോഥലിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ അതും കൂടെ ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് റിലീജിയസ് ബിലീഫ് ആൻഡ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇന്ന മതം അവർ ഫോളോ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. കുറെ കൂടെ ആനിമിസം ആയിരുന്നു. അവർ മൃഗങ്ങളെ ആരാധിച്ചു, ട്രീയെ ആരാധിച്ചു, അവിടെ യോനി വേർഷിപ്പ് നടത്തി, ലിംഗ വേർഷിപ്പ് നടത്തി. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അവിടുത്തെ ബറിയൽ പ്രാക്ടീസിനെ പറ്റി പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത്, ഓരോ റീജിയനും അതിനനുസരിച്ചുള്ള പല ടൈപ്പ് ഓഫ് വേർഷിപ്പും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് റിലീജിയൻ ആൻഡ് ബിലീഫ് സിസ്റ്റവും പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പരിശോധിക്കാൻ പോകുന്നത് ഹാരപ്പൻ സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹാരപ്പൻസ് എന്ന് പറയുന്നത് ലിറ്ററേറ്റ് ആയിട്ടുള്ള ജനതയായിരുന്നു. അവർക്ക് എഴുതാൻ അറിയാമായിരുന്നു. ഹാരപ്പൻ സീൽസിൽ ഒരുപാട് ഒരു സയൻസും ക്യാരക്ടേഴ്സും ഒക്കെ എൻഗ്രേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ റീസെൻ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പ്രധാനമായിട്ടും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഹരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് 400ഓളം സൈനുകൾ അതിലുണ്ടായിരുന്നു. അതിൽ തന്നെ അത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു ഹരപ്പൻ സ്ക്രിപ്റ്റ് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് റീസെൻ്റ് ആയിട്ടുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നും ഹരപ്പൻ സ്ക്രിപ്റ്റ് എന്താണെന്നോ അത് വായിക്കാനോ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ച് നമുക്ക് യാതൊരു തരത്തിലും അത് വായിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ എഴുതിയ കാര്യങ്ങൾ, ആ സമൂഹത്തിനെ കുറിച്ച് എഴുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇന്ന് നമ്മൾ ഹരപ്പൻസിനെ പറ്റി
ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾക്ക് ലഭിക്കുന്നത് എല്ലാം ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള എവിഡൻസ് ആണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഇതുവരെ നമ്മൾക്ക് ഡിസൈഫർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു ഗ്രാഫിക് ആയിട്ടുള്ള ഒരു പിക്ടോഗ്രഫിക് ആയിട്ടുള്ള ചിത്രങ്ങളുടെ രൂപത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. പല ആളുകളും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് എന്താണ് അവരുടെ ഭാഷ, അവർ സംസാരിച്ച ഭാഷ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു ഭാഷയെക്കുറിച്ച്, ഈ സ്ക്രിപ്റ്റിനെ കുറിച്ചും ഒക്കെ ഉള്ള ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒരു വളരെ മിസ്റ്ററി ആയിട്ട് കിടക്കുകയാണ്. അവരുടെ സ്ക്രിപ്റ്റ് എന്താണ്, അവരുടെ ഭാഷ ഏത്, അവർ സംസാരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഇന്നും പല ചരിത്രകാരന്മാർ പഠിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു യുനാനിമസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് ഇതുവരെ വായിച്ചിട്ടില്ല, അത് വായിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു പിക്ടോഗ്രാഫിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ട്. അസ്കോ പർപ്പോളയെ പോലെയുള്ള, അതോടൊപ്പം തന്നെ ഐരാവതം മഹാദേവനെ പോലെയൊക്കെ ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളേഴ്സ് ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് പഠനം നടത്തിയ ആളുകളാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ അടുത്തതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിക്ലൈൻ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ ഏകദേശം 1900 BC വരെ ഫ്ലറിഷ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് അർബൻ ഫേസ് അല്ലെങ്കിൽ ഒരു ലേറ്റ് ഹാരപ്പൻ ഫേസ് ആണ്. അപ്പോൾ ആ ഒരു ഫേസിൽ ഒരു ഗ്രാജുവലായിട്ട് ഒരുപാട് ഹാരപ്പയിൽ ഒരുപാട് സിറ്റികളൊക്കെ ഡിസപ്പിയർ ചെയ്യപ്പെട്ട് കാണാതായി പോകുന്നുണ്ടായിരുന്നു. അവിടുത്തെ ടൗൺ പ്ലാനിങ്ങിനൊക്കെ വലിയ തരത്തിലൊരു ഒരു ഡീക്കയിലോട്ട് പോകുന്നുണ്ടായിരുന്നു. റൈറ്റിംഗ്, അതോടൊപ്പം തന്നെ ആർട്ട് ഓഫ് റൈറ്റിംഗ്, യൂണിഫോമിറ്റി ഇൻ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, അതൊക്കെ വളരെ കൃത്യമായിട്ട് അതിനൊക്കെ ഒരു ഡിസപ്പിയറൻസ് നമ്മൾ ഈ ഒരു ലേറ്റ് ഹാരപ്പൻ ഫേസിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പോട്ടറി ഡിസൈനിലൊക്കെ ഒരു ഹോമോജിനിറ്റി മുൻപ് അവർ കീപ്പ് ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലേറ്റ് ഹാരപ്പൻ ഫേസിൽ ആ ഹോമോജിനിറ്റി ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ വെയ്റ്റ് ആൻഡ് മെഷേഴ്സിലുള്ള ആ ഒരു ഐക്യം, യൂണിഫോമിറ്റി, അതും അവർക്ക് പിന്നീട് കാണാതാവുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു സിവിലൈസേഷൻ്റെ ഒരു തകർച്ച നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ലേറ്റർ, അല്ലെങ്കിൽ ഒരു ഡിക്ലൈനിലോട്ട് പോകുന്ന ഒരു പീരീഡ് ആയിട്ടാണ് ലേറ്റ് ഹാരപ്പൻ ഫേസിനെ കണക്കാക്കുന്നത്. 1900 BC മുതൽ 1400 BC വരെയുള്ള ഒരു പീരീഡിൽ വലിയ തരത്തിലൊരു ഏരിയാസുകളൊക്കെ, അവിടുത്തെ സെറ്റിൽമെൻറ്റുകൾക്കൊക്കെ വലിയ തരത്തിലുള്ള ഒരു ഷ്രിങ്കേജ് സംഭവിക്കുന്നുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് മോഹൻജദാരോ പറയുകയാണെങ്കിൽ ഒരു അത്രത്തോളം വലിയൊരു സിറ്റി ഒരു ചെറിയൊരു സ്മോൾ സെറ്റിൽമെൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലേറ്റ് ഫേസ് ആയപ്പോഴേക്കും. അപ്പം വലിയൊരു സിറ്റി പിന്നീട് ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും ചെറിയൊരു ഏക്കേഴ്സ് ഓഫ് സെറ്റിൽമെൻറ്റ് നടക്കുന്ന ഒരു റീജിയനായിട്ട് മാറുന്നു എന്ന് പറയുമ്പം ആ ഒരു സിറ്റി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതാപം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലേറ്റ് ഫേസ് ആയപ്പോഴേക്കും ഒട്ടനവധി സിറ്റികളൊക്കെ ഡിസപ്പിയർ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു, നശിച്ച് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ മറ്റ് ആ ഹാരപ്പൻ സിറ്റികളിലെ സെറ്റിൽമെൻറ്റുകളിലുള്ള ജനങ്ങൾ മറ്റു പല ഇടങ്ങളിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഗുജറാത്ത്, ഈസ്റ്റ് പഞ്ചാബ്, ഹരിയാന, അപ്പർ ഡോബ് റീജിയൻ ലേറ്റർ ഹാരപ്പൻ പീരീഡിലൊക്കെ ഒരുപാട് ആളുകൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് മറ്റു പല ഇടങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ എങ്ങനെ തകർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഒരുപാട് ചരിത്രകാരന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. എന്നാലും പല സ്കോളേഴ്സും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന തിയറീസ് ഏതൊക്കെയാണെന്നുള്ളത് ചുരുക്കത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഒരു തിയറി എന്ന് പറയുന്നത് നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തം, അതായത് പ്രളയം, എർത്ത് ക്വേക്സ്, ഭൂകമ്പം, ഇതുകൊണ്ടൊക്കെ ഈ സിവിലൈസേഷൻ തകർന്നു പോയി എന്നുള്ള ഒരു വാദം പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എർത്ത് ഗേറ്റ്സ് ഒക്കെ ഈ ഫ്ലഡ് പ്ലെയിൻസിൻ്റെയൊക്കെ ലെവല് റേസ് ചെയ്യുകയും അവിടെ വലിയ തരത്തിലൊരു ലോവർ കോഴ്സ് ഓഫ് ഇൻഡസ് റിവർ അവിടെ കൃത്യമായ രീതിയിൽ അങ്ങനെ ഒരു ഫ്ലഡിലേക്കൊക്കെ നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വലിയ രീതിയിൽ മോഹൻജദാരോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിൽ അത് മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് മോഹൻജദാരോയുടെ ഒരു ഡിക്ലൈനായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കൂ. എന്നാൽ ഇതിനെ വെച്ചുകൊണ്ട് നമുക്ക് ഹാരപ്പ ഈ ഒരു നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി എന്നുള്ള രീതിയിലേക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഹാരപ്പൻ ഡിക്ലൈൻ്റെ ഒരു തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നാച്ചുറൽ കലാമിറ്റീസ്, ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് ഈ സിവിലൈസേഷൻ നശിച്ചു പോയി എന്നുള്ളൊരു വാദം. രണ്ടാമതായിട്ട് പറയേണ്ടത് ഇപ്പം ഇൻക്രീസ്ഡ് ആർഡിഡിറ്റി ആൻഡ് ഡ്രൈയിങ് അപ്പ് ഓഫ് ദി റിവർ ഗഗർ ഹാർക്ക ഓൺ അക്കൗണ്ട് ഓഫ് ദി ചേഞ്ചസ് ഇൻ റിവർ കോഴ്സ് അക്കോർഡിംഗ് ടു സം സ്കോളേഴ്സ് മൈറ്റ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദി ഡിക്ലൈൻ. ആ റിവർ ഗർക്കയിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, അവിടെ അതിൻ്റെ വരൾച്ച, അത് വഴിമാറി, അതിൻ്റെ ഗതി മാറിയത്, അതൊക്കെ ഈ ഒരു സിവിലൈസേഷൻ്റെ തകർച്ചയ്ക്ക് കാരണമായി എന്ന് സ്കോളേഴ്സ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതോടൊപ്പം
തന്നെ ഈ ഒരു ഇതിന് വന്ന ചേഞ്ചസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെയും മോശമായി ബാധിക്കുകയും അതും ഒരു തകർച്ചയിലോട്ട് നയിക്കുന്നതിലേക്കും കാരണമായിട്ടുണ്ട്. മൂന്നാമതായിട്ടുള്ളൊരു തിയറി എന്ന് പറയുന്നത് ആര്യൻ ഇൻവേഷൻ തിയറിയാണ്. അത് പ്രധാനമായിട്ടും പറയുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയ്ക്ക് കാരണം ആര്യന്മാരുടെ വരവാണ് എന്ന തരത്തിലുള്ള ഒരു തിയറിയാണ്. അപ്പം അത് ആര്യൻസ് ആണ്, ഇന്ത്യയിലോട്ട് എത്തിയ ആര്യൻസ്, നോർത്ത് വെസ്റ്റ് നിന്നും 1500 ഇന്ത്യയിലോട്ട് എത്തിയ ആര്യൻസ് ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ തകർത്തത് എന്ന ഒരു വാദമാണ് ആര്യൻ ഇൻവേഷൻ തിയറി പറയുന്നത്. അപ്പം അതും വളരെ കൃത്യമായിട്ട് നെഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ക്രിട്ടിക്കലായിട്ട് ഇതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ ആ ഒരു തിയറിയും വലിയ രീതിയിൽ നെഗേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർക്കിടയിൽ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. 2 ക്ലാസ്സുകളായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോന്നും ആ സിവിലൈസേഷൻ്റെ പ്രത്യേകതകൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നീട് അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് ഈ ഒരു സിവിലൈസേഷൻ എങ്ങനെ തകർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സോ അടുത്തതായിട്ട് ഈ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് ചാൽക്കോലിത്തിക് കമ്മ്യൂണിറ്റീസ് ഓഫ് നോൺ ഹാരപ്പൻ ഇന്ത്യ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ്, അതായത് ഹാരപ്പൻ ഇന്ത്യയിൽ പ്രദേശത്തല്ലാതെ നോൺ ഹാരപ്പൻ സൈറ്റുകൾ ഏതൊക്കെയാണ്, അതാണ് ചാൽക്കോലിത്തിക് കമ്മ്യൂണിറ്റീസ് എവിടെയൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നോൺ ഹാരപ്പൻ ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് വെസ്റ്റേൺ ഇന്ത്യയിലും ഡെക്കാനിലും ഉണ്ട്. അതിൽ ബനാസ് കൾച്ചറുണ്ട്. 2600 BC മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിലുള്ള ബനാസ് കൾച്ചറുണ്ട്. പിന്നെ കായദ കൾച്ചറുണ്ട് 2100 BC മുതൽ 2000 BC വരെയുള്ള ഇത്. പിന്നീട് വരുന്നത് മാൾവ കൾച്ചർ, അത് പ്രധാനമായിട്ടും 1700 BC മുതൽ 1400 BC വരെ, അത് വെസ്റ്റേൺ മധ്യപ്രദേശിലായിരുന്നു. പിന്നെ ജോർവേ കൾച്ചറുണ്ട് 1400 BC മുതൽ 700 BC വരെ. അപ്പം അത് മഹാരാഷ്ട്രയിലും അതിൻ്റെ ചീഫ് സെൻറ്റർ അവിടെയാണ് വരുന്നത്. ഓക്കെ, സോ പ്രധാനമായിട്ടും ഈ ചാൽക്കോലിത്തിക് കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസുകൾ അത് പ്രധാനമായിട്ടും വന്നിട്ടുണ്ടായിരുന്നത് ഈസ്റ്റേൺ ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ എന്നീ പ്രദേശങ്ങളിലായിരുന്നു. അപ്പോൾ ഇവിടെ നോൺ ഹാരപ്പൻ ചാൽക്കോലിത്തിക് കൾച്ചർ അത് ഫ്ലറിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഇത്തരം ഏരിയാസുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീജിയൻസ് ആയിരുന്നു. അവർ പ്രധാനമായിട്ടും മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു, പല കാര്യങ്ങൾക്കും അവർക്ക് യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് മഡ് സ്ട്രക്ചേഴ്സിൽ യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു, ഫാമിങ്ങിൽ യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു, ഹണ്ടിങ് ആക്ടിവിറ്റീസ്, അതോടൊപ്പം തന്നെ വീൽ മെയ്ഡ് പോട്ടറി, ഇതിലൊക്കെ ഒരു യൂണിഫോമിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ചാൽക്കോലിത്തിക് കൾച്ചറിൻ്റെ ഒരു പോട്ടറി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും OCP, അതോടൊപ്പം തന്നെ ബ്ലാക്ക് BRW. OCP എന്ന് പറയുന്നത് ഒക്കേർഡ് കളേർഡ് പോട്ടറി, BRW എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്ടറി. അത് വിവിധ ഷേപ്പിൽ, വിവിധ ബൗള്, ബേസിൻസ്, സ്പൗട്ടഡ് ജാർസ്, കോൺകേവ് നെക്സ്, ഡിഷസ്, അങ്ങനെ പല ടൈപ്പിൽ ഇത്തരത്തിലുള്ള പോട്ടറികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കണം. അപ്പം വേരിയസ് ആയിട്ടുള്ള കൾച്ചർ, ഈ ചാൽക്കോലിത്തിക് കൾച്ചറിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ടത് വെസ്റ്റേൺ ഇന്ത്യയിലും ഡെക്കാനിലുമാണ് ഈ ചാൽക്കോലിത്തിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നത്. ആ കായദ കൾച്ചർ നമ്മൾ പറഞ്ഞു, കായദ കൾച്ചർ, മാൾവ കൾച്ചറുണ്ട്, ജോർവേ കൾച്ചറുണ്ട്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കേണ്ടതാണ്. സോ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ഈ ഒരു ചാൽക്കോലിത്തിക് കൾച്ചറിൻ്റെ ടൂൾസ്, ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് അതർ ഓബ്ജക്ട്സ് എന്നുള്ളതാണ്. അപ്പം ഈ ചാൽക്കോലിത്തിക് കൾച്ചർ പ്രധാനമായിട്ടും അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് കോപ്പർ, അതോടൊപ്പം തന്നെ സ്റ്റോൺ. ഈ 2 ആയുധങ്ങളും ചാൽക്കോലിത്തിക് ജനത ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ സ്റ്റോൺ ടൂൾസ് ഒക്കെ അവർ ഉപയോഗിക്കുന്നതിന് ചാൽസിഡോണി അതൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ചാൽക്കോലിത്തിക് ജനത ഉപയോഗിച്ച ആയുധങ്ങൾ സ്റ്റോൺ ആയുധങ്ങളുണ്ട്, കല്ലുകൊണ്ടുമുണ്ട്, കോപ്പർ കൊണ്ടുമുണ്ട്. അപ്പം അത് വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കേണ്ടതാണ്. അപ്പം മേജർ ആയിട്ടുള്ള അവരുടെ ടൂൾസ്, അത് ലോങ് പാരലൽ സൈഡ് ആയിട്ടുള്ള ബ്ലേഡ്സ് ഉണ്ട്, പെൻ നീവ്സ് ഉണ്ട്, ലുനൈറ്റ്സ് ഉണ്ട്, ട്രയാങ്കിൾസ് ഉണ്ട്, ട്രപ്സീസ് ഉണ്ട്. ഇതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളായിരുന്നു. അപ്പം ചില ബ്ലേഡ് ടൂൾസൊക്കെ അവർ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കോപ്പർ ഒബ്ജക്ട്സ് പ്രധാനമായിട്ടും ഫ്ലാറ്റ് ആക്സ്, ആരോ ഹെഡ്സ്, സ്പിയർ ഹെഡ്സ്, ദെൻ ഫിഷ് ഹൂക്സ്, സോട്ട്സ്, ബ്ലേഡ്സ്, ബാംഗിൾസ്, റിങ്സ്, ബീഡ്സ്, ഇതൊക്കെ അവർ കോപ്പർ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബീഡ് ചിലത് കാർണീലിയൻ ബീഡ് അത് ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജാസ്പർ, അതായത് പിന്നീട് കുമ്മായം കൊണ്ട്
ഒക്കെ ഷെല്ല് കൊണ്ടും ഒക്കെ അവർ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എക്സ്കവേഷൻസിലൂടെ ലഭിക്കാറുണ്ടായിരുന്നു. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കേണ്ടതാണ്. സോ പലതരത്തിലുള്ള ഡിസ്കവറി വന്നിട്ടുണ്ട്. അതിൽ ബ്രോൺസ് റിനോസസ്, എലിഫൻറ്റ്, 2-wheeled ചാരിയറ്റ് വിത്ത് എ റൈഡർ ആൻഡ് ബഫലോ, ഇതൊക്കെ ഇത്തരത്തിൽ എക്സ്കവേഷനിലൂടെ അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. അവിടെ കായത കൾച്ചറിൽ, അതായത് ചമ്പൽ വാലി, കായത കൾച്ചർ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഏരിയ ചമ്പൽ വാലിയാണ്. അവിടെ ഒരുപാട് കോപ്പർ ഒബ്ജക്ട്സ്, കുറെ കൂടെ ഷാർപ്പ് കട്ടിങ് എഡ്ജുള്ള കോപ്പർ ഒബ്ജക്റ്റുകൾ അത്തരം പ്രദേശങ്ങളിൽ നിന്ന് ചമ്പൽ വാലിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഒരു ക്രാഫ്റ്റ്സ്മാൻ സ്കില്ലിന് ഒരു തെളിവായിരുന്നു അത്തരത്തിലുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ടൂൾസ് ആൻഡ് ഇംപ്ലിമെന്റ്സ്, ഇത്തരത്തിലുള്ള വിവിധ വസ്തുക്കൾ അവർ കോപ്പർ ഒബ്ജക്ട്സും സ്റ്റോൺ ടൂൾസും ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് അവരുടെ ടൂൾസ്, ഇംപ്ലിമെന്റ്സ് ആൻഡ് അതർ ഒബ്ജക്ട്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഈ ചാൽക്കോലിത്തിക് ജനതയുടെ ഒരു ഹൗസ് ആൻഡ് ഹാബിറ്റേഷൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കുന്ന സമയത്ത്, അതായത് പ്രധാനമായിട്ടും അവിടുത്തെ ജനങ്ങൾ ചാൽക്കോലിത്തിക് സെറ്റിൽമെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ കൾച്ചറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് റൂറൽ സെറ്റിൽമെൻറ്റ്സ് ആയിരുന്നു. ഗ്രാമീണ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സെറ്റിൽമെൻറ്റ്സ് ആയിരുന്നു, വില്ലേജ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ് ആയിരുന്നു ചാൽക്കോലിത്തിക് പീരീഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ താമസിച്ചിട്ടുണ്ടായിരുന്ന വീടുകൾ എന്ന് പറയുന്നത് മഡ് വാളുകളും താച്ച്ഡ് റൂഫ്സും ഒക്കെ ഉള്ള റെക്ടാങ്കുലർ ആൻഡ് സർക്കുലർ ഹൗസുകളിലായിരുന്നു അവിടുത്തെ ജനങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഒട്ടുമിക്ക വീടുകളും എന്ന് പറയുന്നത് ഒറ്റ റൂമുകളോ അല്ലെങ്കിൽ 1-2 റൂമുകളോ മാത്രമുള്ള വീടുകളായിരുന്നു. അവിടുത്തെ അതിൻ്റെ തറകൾ അത് പ്രധാനമായിട്ടും ബേൺ ക്ലേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവരത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഏകദേശം 200ഓളം സൈറ്റുകൾ ജോർവേ കൾച്ചറിൽ മഹാരാഷ്ട്രയിൽ നിന്നും ചാൽക്കോലിത്തിക് കൾച്ചറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ജോർവേ കൾച്ചറിൽ പ്രധാനമായിട്ടും ഇനമഗോണിലെ സെറ്റിൽമെൻറ്റ്സ് അത് സജസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ഒരു സെറ്റിൽമെൻറ്റിനൊക്കെ അവരൊരു പ്ലാനിങ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവരുടെ ഹൗസ് ആൻഡ് ഹാബിറ്റേഷൻ. കുറേ കൂടെ റൂറൽ സെറ്റിൽമെൻ്റ് ആണ് ചാൽക്കോലിത്തിക് പീരീഡിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് പറഞ്ഞു, അതർ ഒബ്ജക്ട്സ് പറഞ്ഞു, സബ്സ്റ്റൻസ് പറഞ്ഞു. അവരുടെ ഇക്കോണമി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കണം. അവിടുത്തെ എന്ത് തരത്തിലാണ് അവർ ജീവിതോപാധി എന്നുള്ളത്. ഒബ്വിയസ്ലി അവിടെ അഗ്രികൾച്ചർ ആയിരുന്നു. ഞാൻ പറഞ്ഞു റൂറൽ സെറ്റിൽമെൻ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞു, ഹാബിറ്റേഷൻ ഹൗസ് ഒക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അവിടുത്തെ ഇക്കോണമിയെ കുറിച്ച് പറയുമ്പോൾ കുറേ കൂടെ അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള കാറ്റിൽ റിയറിംഗ് ആയിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അവർ ഹണ്ടിങ്ങും ഫിഷിങ്ങും ഒക്കെ അവർ അതിനെല്ലാം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതെല്ലാം അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ചാൽക്കോലിത്തിക് ജനത പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത് റൈസ്, ബാർലി, ലെൻഡിൽസ്, വീറ്റ്, ജവാർ, അത്തരം പീ, ഗ്രീൻ ഗ്രാം, ഇതൊക്കെ അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചാൽക്കോലിത്തിക് കൾച്ചറൊക്കെ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ബ്ലാക്ക് സോയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മെയിൻലി അവർക്ക് അവിടെ പരുത്തിയുടെ വളർച്ചയ്ക്കും അത്തരത്തിൽ കറുത്ത മണ്ണിൻ്റെ ഒരു ഉപയോഗം അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് അതിന് ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ചാൽക്കോലിത്തിക് ജനത കാറ്റൽ റിയറിംഗ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം പലതരത്തിലുള്ള ആനിമൽസിൻ്റെയൊക്കെ സ്കെൽറ്റൽ റിമെയിൻസ് ഈ ഒരു ചാൽക്കോലിത്തിക് കൾച്ചറിൽ നിന്ന് വിവിധ സൈറ്റുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പ്രധാനമായിട്ടും അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആനിമൽസ് എന്ന് പറയുന്ന കാറ്റിൽ, ഷീപ്പ്, ഗോട്ട്, ഡോഗ്, പിഗ്, ഹോഴ്സ്, ഇതൊക്കെ അവർ പ്രധാനമായിട്ടും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പലതരത്തിലുള്ള വൈൽഡ് ആനിമൽസിന് അവർ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻക്ലൂഡ് അത്തരത്തിൽ ചീത്ത, ചാമ്പാട്, ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വൺ ഹോൺ റിനോ, ബഫ്ലോ, വൈൽഡ് ബഫ്ലോ, ഇതൊക്കെ അവിടെ ഈ വൈൽഡ് ആനിമലായിട്ട് ആ കാലഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന മൃഗങ്ങളാണ്. സോ അവിടെ നിന്നും ഫിഷിൻ്റെയും വാട്ടർഫോളിൻ്റെയും ടേർട്ടലിൻ്റെയും ഒക്കെ റോഡൻസിൻ്റെ ഒക്കെ ബോൺസുകൾ ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഹൗസ് ആൻഡ് ഹാബിറ്റേഷൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ റൂറൽ സെറ്റിൽമെൻറ്റ്സ് ആയിരുന്നു. വീടുകളൊക്കെ 1-2 റൂമുകളുള്ള വീടുകളായിരുന്നു. തറ വളരെ ക്ലേ ഉപയോഗിച്ചുകൊണ്ട്, ബേൺ ക്ലേ ഉപയോഗിച്ചുകൊണ്ടുള്ള തറകളായിരുന്നു. അതെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാൽക്കോലിത്തിക് കമ്മ്യൂണിറ്റീസ് ഓഫ് നോൺ ഹാരപ്പൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മേജർ ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ് ആൻഡ് ദി
ആൻഡ് ദെയർ ചീഫ് സൈറ്റ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾ യുനോ അവരുടെ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു, സ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഹരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയെക്കുറിച്ച് പറഞ്ഞു. ഹരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ച കഴിഞ്ഞതിന് ശേഷം അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തത് ചാൽക്കൊലിത്തിക് അതോടുകൂടി ഹരപ്പൻ എന്നുള്ള ആ ഒരു പോർഷൻ അവിടെ തീർന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചാൽക്കൊലിത്തിക് കമ്മ്യൂണിറ്റീസ് ഓഫ് നോൺ ഹാരപ്പൻ ഇന്ത്യ. നോൺ ഹാരപ്പൻ ആണ്, അവിടെയാണ് അതിൻ്റെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടും അത്തരത്തിൽ ചാൽക്കൊലിത്തിക് കൾച്ചേഴ്സൊക്കെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന പ്രദേശം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഇന്ത്യയും ഡെക്കാനും ആണ്. അപ്പോൾ അതും നമ്മൾ വിവിധ കൾച്ചറുകൾ, ജോബെ കൾച്ചറും കായിക കൾച്ചറും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മാൾവ കൾച്ചർ പറഞ്ഞു. അപ്പം ഓരോ സ്ഥലത്തും അവരുടെ ടൂൾസ്, ഇംപ്ലിമെൻറ്റ്സ്, പിന്നെ അവരുടെ സബ്സ്റ്റൻസ് എക്കോണമി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഗ്രികൾച്ചറും കാറ്റിൽ റിയറിംഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഹൗസ് ആൻഡ് ഹാബിറ്റേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്നെടുത്ത ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഇതോടുകൂടി ഈ ഒരു ക്ലാസ് ഇവിടെ പൂർണ്ണമാവുന്നു. താങ്ക് യു.